നാട്ടിലെ മറ്റൊരു ശാപമാണ്. ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ്, ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം. ഈ പരിവർത്തനം ഉണ്ടാവണം നമ്മുടെ ജനാധിപത്യം. സുരേഷ് ഗോപി ഇപ്പം എല്ലാവരും കൂടെ നെട്ടോട്ടം മുറുകയും കുറുകയും ഇട്ട് വലിച്ചു കീറുന്നതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രസ്താവനയിൽ ഒറ്റ പദപ്രയോഗം മാത്രമാണ്. ഉന്നത കുലജാതൻ എന്ന് പറയുന്ന ആ വാക്കിന് പകരമായിട്ട് മുന്നോക്ക വിഭാഗം എന്നുള്ള പ്രയോഗമായിരുന്നു നടത്തിയിരുന്നെങ്കിൽ ഇതിന് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് സുരേഷ് ഗോപി ആയതുകൊണ്ട് ചിലപ്പോൾ മാപ്രകൾക്ക് സഹിക്കാത്തത് കൊണ്ട് ഇനി അല്ലാത്ത പദപ്രയോഗം നടത്തി കഴിഞ്ഞാലും ഇതിനെ മറ്റൊരു തരത്തിലേക്ക്, കാരണം 2 സ്റ്റേറ്റ്മെന്റുകൾ അദ്ദേഹം ഇവിടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒറ്റ സ്റ്റേറ്റ്മെന്റിനെ മാത്രമാണ് എല്ലാ ആൾക്കാർ നോക്കിക്കാണുന്നത്. കാരണം മാപ്രകൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന ഒരു കാര്യം ഇത് കേട്ടപ്പോൾ മുതൽ അത് മാത്രമാണ്. അതുകൊണ്ട് ആരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്ക് അതിനെ കൂട്ടിച്ചേർക്കുന്നതിന്റെ കാരണവും അദ്ദേഹത്തിന്റെ വാവിട്ട വാക്കുകൾ തന്നെയാണ്. എപ്പോഴും അത് തന്നെയാണ് പ്രശ്നമായിട്ട് വരുന്നതെന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് തന്നെയാണ്, സിനിമാ ഡയലോഗുകൾ പറയുന്നത് പോലെ ഒന്നും നോക്കാതെ അദ്ദേഹം എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെന്ന് കുഴിയിലേക്ക് ചാടിക്കുന്നത്. ഇവിടെയും ഈ ഉന്നത കുല ജാതൻ എന്ന് പറയുന്ന വാക്കിനെ എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നതിന്റെ കാരണം അദ്ദേഹം ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള ബ്രാഹ്മണനായി പിറക്കണം, പൂണൂലിനോടുള്ള ഇഷ്ടം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഇതിന് മുന്നേ അദ്ദേഹത്തിനെ പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ, ഈ കാര്യങ്ങളോട് ചേർത്ത് വെച്ച് തന്നെയാണ് ഈ പറഞ്ഞ മാപ്രകൾ മുന്നോട്ട് ഈ വാർത്തയെ കൊണ്ടുപോകുന്നതും ചർച്ചകൾക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നതും. ഈ സമയത്തൊക്കെ ആരും കാണാതെ അല്ലാതെ കേൾക്കാതെ പോകുന്ന ചില കാര്യങ്ങളുണ്ട്. സത്യത്തിൽ അതിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില ആൾക്കാർ മനഃപൂർവ്വം ഒളിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കാര്യങ്ങൾ സത്യത്തിൽ അവളുണ്ട്. അതായത് നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ് ഈ പറയുന്ന മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞ സവർണ ഈ പറയുന്ന ഉയർന്ന കുലജാതി എന്നുള്ള വാക്ക് ഞാൻ എടുത്ത് മാറ്റിയിട്ട് മുന്നോക്കം എന്ന് തന്നെ ആക്കി പറയുകയാണ്. അതായത് മുന്നോക്ക ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഇത് വരുന്ന സമയത്ത്, വകുപ്പ് വരുന്ന സമയത്ത് അതിനകത്ത് മന്ത്രിയായി വരുന്നത് ഒരു ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളും ഈ പറയുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുമായി അവരുമായി ബന്ധപ്പെട്ട ഒരു വകുപ്പിന്റെ മേധാവി അല്ലെങ്കിൽ മന്ത്രിയായിട്ട് ഈ പറയുന്ന മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളും ഇതുവരെ വന്നിട്ടില്ല. 2 തരത്തിലുള്ള, അതായത് ഈ 2 തരത്തിലും വെച്ചുമാറ്റങ്ങൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പുരോഗമനം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അത് ജനാധിപത്യത്തിന്റെ മറ്റൊരു തരത്തിലേക്ക് ആകും എന്നൊരു സംഭവമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. പക്ഷെ ഇതൊന്നും കാണാനും കേൾക്കാനും ആരും തയ്യാറായിട്ടില്ല. കാരണം അദ്ദേഹത്തിന്റെ നാക്ക് പിശക് തന്നെയാണ്, ആ ഒരു വാക്ക് പദപ്രയോഗം തന്നെയാണ്, ഒന്നും ആലോചിക്കാതെ പറഞ്ഞു പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇത് ഇതുവരെ നടക്കാത്ത ചില കാര്യങ്ങളുമാണ്. ഇതിനകത്ത് ഞാൻ കുറച്ച് മുന്നേ കണ്ടതാണ്, സ്മൃതി അടക്കമുള്ള മാപ്രകൾ അല്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ സ്ട്രെസ് ചെയ്ത് വീണ്ടും പറയുന്ന ചില വാക്കുകൾ കൂടി അതിലേക്ക് ചേർത്ത് വെക്കുന്നുണ്ട്. ഈ മുന്നോക്ക വിഭാഗത്തിൽ പ്രത്യേകമായിട്ട് ഏത് വകുപ്പ് വരുന്നുണ്ട് എന്നൊരു തരത്തിലേക്ക് വരുന്ന സമയത്ത് പറഞ്ഞു വെച്ച് രാഹുൽ ഈശ്വറിനെ പോലുള്ള ആൾക്കാർ തന്നെ നമ്മൾ കണ്ടുള്ള കാര്യങ്ങളാണ്, പറയുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ ഡിബേറ്റിലും മറ്റും കണ്ടവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ദേവസ്വം ബോർഡ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിനകത്ത് ട്രൈബൽ വിഭാഗത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു മന്ത്രിയെ കൊണ്ടുവരിക തലത്തിലേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളാണ്. അത് ഇവിടെ നടന്നിട്ടുണ്ട്, പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുപോലുള്ള മാറ്റങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള മന്ത്രി ആവുന്നതിന് മുന്നേ തന്നെ പലതരത്തിലുള്ള വയനാട് പോലുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ അട്ടപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് മാറ്റങ്ങൾ വരുത്താൻ മുൻകൈ എടുത്ത് അവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇതിൽ നിന്നല്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് ചെയ്തൊരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിഭാഗത്തിന്റെ ആ ഒരു വകുപ്പിന്റെ മേധാവിയായിട്ടോ അല്ലെങ്കിൽ വകുപ്പ് തല മന്ത്രിയായിട്ടോ വരാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടെന്ന് പറയാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ അത് കൈവിട്ടു പോയെന്നുള്ളത് മറ്റൊരു പരമാർത്ഥമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പറഞ്ഞതിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാലമായിട്ട് ഈ പറയുന്ന ട്രൈബൽ വിഭാഗം അല്ലെങ്കിൽ ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽ ഒരുപാട് മന്ത്രിമാർ വരുന്നുണ്ട്, അല്ലെങ്കിൽ ആൾക്കാർ വരുന്നുണ്ട്, എംപിമാരൊക്കെ വരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത്രയും വർഷങ്ങളായിട്ട് അവിടെ എന്ത് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. കാരണം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള കാര്യങ്ങളായാലും സൗകര്യങ്ങളായാലും നമ്മുടെ സർക്കാർ തലത്തിൽ വെറുതെ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ്. എന്നിട്ട് പോലും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മുന്നോട്ട് വരുന്നില്ല. ഇപ്പോഴും കുറച്ച് മാറ്റങ്ങളുണ്ട്, നമ്മൾക്കറിയാം. ഈ പറയുന്ന IAS തലത്തിൽ വരെ അവിടെ നിന്നുള്ള കുട്ടികൾ എത്തപ്പെടുന്നുണ്ട്. അപ്പം അതൊക്കെ ഏറ്റവും നല്ല മാറ്റങ്ങൾ തന്നെയാണ്. പക്ഷെ അത് 1ഉം 2ഉമായിട്ട് വിരലിൽ എണ്ണാവുന്ന തരത്തിലേക്ക് ചുരുക്കപ്പെട്ടു പോവുകയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, 12ഉം 13ഉം 14ഉം ഒക്കെ വയസ്സുള്ള കുട്ടികൾ അവിടെ അമ്മമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്.
നടക്കുകയാണ്. പ്രസവിച്ച് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുകയാണ് വിവാഹത്തിന് മുന്നേ. അപ്പം ഇങ്ങനൊരു കാര്യങ്ങൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പുരോഗമനം ഇല്ലാത്തതിൻ്റെ കാര്യം തന്നെയാണ്. അപ്പം അവിടെ കൃത്യമായിട്ട് ആൾക്കാരുണ്ട്. നമ്മൾ അറിയാവുന്ന കാര്യമുണ്ട്. എത്രയോ വാർത്തകളാണ് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഇവിടെ ആദിവാസി പെൺകുട്ടികൾ അല്ലെങ്കിൽ ഗർഭിണിയായിട്ടുള്ള അമ്മമാർ കൃത്യമായിട്ട് പോഷകാഹാര കുറവുകൊണ്ട് കുഞ്ഞുങ്ങൾ ശിശു മരണങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ അമ്മമാരുടെ മരണങ്ങൾ നടക്കുന്നു. അതിൻ്റെ കാര്യം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സത്യത്തിൽ നമ്മുടെ സർക്കാരിൻ്റെ തലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഫണ്ടുകൾ അനുവദിച്ചു കൊടുക്കപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഫണ്ടുകളൊന്നും അവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് പറയാൻ തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചുള്ള കാര്യം എന്ന് പറയുന്നത്. ആ ഫണ്ടുകൾ എവിടെയൊക്കെയോ ഈ പറയുന്ന തരംതിരിച്ച് പോവുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുന്നത്. അവർ മുന്നോട്ട് വരുന്നില്ല. ആ കുട്ടികൾ നമ്മൾ എത്രയോ വാർത്തകൾ ഈ ഇടയ്ക്ക് തന്നെ എത്രയോ കേട്ടിട്ടുണ്ട്. ഒരു ടീച്ചർ അവരുടെ കയ്യിൽ നിന്ന് പൈസ ഇട്ട് അവർ കുട്ടികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചത് പിന്നീട് ആ ടീച്ചർക്ക് തന്നെ മതിയായി പോകേണ്ട അവസ്ഥ, കുട്ടികൾ വരാതിരിക്കുന്ന അവസ്ഥ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് ആ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് ഇത്രയും ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കാൻ അവർക്ക് ഫണ്ടും ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് പോലും അവരെന്തുകൊണ്ട് മുന്നോട്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെ നയിക്കാൻ ശരിയായിട്ടുള്ള കാര്യപ്രാപ്തിയുള്ള ഒരാളില്ല എന്നുള്ളതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ അവരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ആരെങ്കിലുമൊക്കെ മുന്നോട്ട് വരണമെന്നൊരു സംഭവത്തിലേക്കാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. അതിനെ കൃത്യമായിട്ട് വളച്ചൊടിക്കുക അല്ലെങ്കിൽ മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന ഉന്നത കുലജാതൻ ആ ഒരു വാക്കിനെ ഞാനും കൃത്യമായിട്ട് പറയാം. അങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ മാറ്റേണ്ടത് തന്നെയാണ്. ഇനിയെങ്കിലും വായിൽ നിന്ന് തന്നെ മനസ്സിൽ നിന്ന് തന്നെ എടുത്ത് മാറ്റേണ്ട ഒരു കാര്യമാണ്. ആ പദപ്രയോഗം ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഇനി അതിന് അപ്പുറത്തേക്ക് പിന്നെയും എനിക്ക് സംശയം ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇവിടെ ജാതീയമായി വേർതിരിച്ച് കാണിച്ചു എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ശരിയല്ല, പിന്നോക്കമായി കാണിച്ചു, അവരൊക്കെ മുന്നോക്കമാണെന്നൊക്കെ ഒരു വേർതിരിവ് ഉണ്ടെന്നൊക്കെ ഇവർ ഈ പറയുന്ന സമയത്ത് എനിക്ക് മനസ്സിലാവാത്തത് ഇവിടെ ജാതീയമായിട്ടുള്ള വേർതിരിവ് കാണിക്കാതെ ഒറ്റ സമത്വം എന്ന് പറഞ്ഞൊരു സംഭവത്തിലൂടെയാണ് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ ഇവിടെ റിസർവേഷൻസും ബാക്കി കാര്യങ്ങളും എന്തിനാണ് നടപ്പിലാക്കുന്നതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. കാരണം നമ്മളെല്ലാവരും മനുഷ്യരാണ്. ആ മനുഷ്യരിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ബുദ്ധിയും ശക്തിയും പഠിക്കാനുള്ള കഴിവും എല്ലാം ഒരുപോലെ തന്നെയാണ്. എല്ലാ ആൾക്കാർക്കും ഈ പറയുന്ന കണക്ക് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആദിവാസി വിഭാഗത്തിൽ പ്പെട്ടവർക്കായാലും അല്ലാത്തവർക്കായാലും എല്ലാ തരത്തിലും മുന്നോട്ട് കൊണ്ടുവരാനുള്ള പലതരത്തിലുള്ള ഫണ്ട്സും ബാക്കി കാര്യങ്ങളും എല്ലാം നമ്മുടെ സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പഠിച്ച് എഴുതിയെടുക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്ന സമയത്ത് പോലും ഇവിടെ PSCയുടെ കാര്യം എടുക്കുന്ന സമയത്ത് പോലും റിസർവേഷൻസ് ആണ്. ജോലിയിൽ പോലും അങ്ങനെയാണ് വരുന്നത്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മുന്നിലേക്ക് വരിക, മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പിന്നിലേക്ക് പോകും. അപ്പോൾ അവിടെ ഒരു ജാതി സംവരണം തന്നെയല്ലേ നടക്കുന്നത്. അപ്പം അതിൽ ജാതി അനുവദിച്ചു കൊടുക്കുകയും ബാക്കി കാര്യങ്ങളിലൊക്കെ ജാതിയെ താഴ്ത്തി കെട്ടുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു ദ്വയാർത്ഥം മാത്രം പലപ്പോഴും എനിക്ക് മനസ്സിലാവാതെ പോകുന്നൊരു കാര്യമാണ്. ഇത് ഞാൻ പറഞ്ഞത് മറ്റൊരു അർത്ഥത്തിൽ പറയാൻ വേണ്ടി പറഞ്ഞ കാര്യമില്ല. ഇവിടെ ജാതി എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ എടുത്ത് കളയേണ്ടതാണ്. ഒറ്റ മനുഷ്യർ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് സത്യത്തിൽ ഇവിടെ കൊണ്ട് മുന്നോക്കവും വേണ്ട പിന്നോക്കവും വേണ്ട, ജാതീയമായിട്ടുള്ള ഒരു ഉച്ചനീചത്വങ്ങളും ഇവിടെ ഒരു കാര്യങ്ങളും വേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും മനുഷ്യർ എന്നുള്ള രീതിക്ക് മാത്രം കണക്കാക്കേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ കണക്കാക്കാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ വകുപ്പിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിക്ക് ഉള്ള ഒരാൾ മീൻസ് അദ്ദേഹം പറഞ്ഞതുപോലെ ആ ഉന്നത കുല ജാതൻ അല്ലെങ്കിലും മറ്റു ഇതിലുള്ള ആൾക്കാർ വരിക എന്നുള്ളത് മാറ്റി പ്രതിഷ്ഠിക്കുക എന്നൊരു സംഭവം അത് നോക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എപ്പോഴും നമുക്ക് മാറ്റം വരുത്തുക, ചേഞ്ച് എന്ന് പറയുന്നൊരു സംഭവം അതിവിടെ നടത്തി കഴിഞ്ഞ കാര്യമാണ്. ദേവസ്വം ബോർഡിലും മറ്റും നടത്തി കഴിഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഇന്ത്യയുടെ പ്രഥമ വനിതയായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് നമ്മുടെ ദ്രൗപദി മുർമു എന്ന് പറയുന്ന ആ വ്യക്തിയെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മതി. ആ വ്യക്തിത്വം ഏറ്റവും മുന്നിൽ നമ്മുടെ രാജ്യം ആദരിക്കുന്ന ഏറ്റവും പ്രഥമ വനിതയായിട്ട് മാറുന്ന നമ്മുടെ പുരോഗതിയുടെ പാതയുടെ ലക്ഷണം തന്നെയാണ്. പക്ഷെ ഇതുപോലെ നമ്മുടെ കേരളത്തിലെങ്കിലും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, ഒരുപാട് അമ്മമാരുടെ കുഞ്ഞുങ്ങളുടെ മരണങ്ങൾ സംഭവിക്കുന്നുണ്ട്, കുട്ടികൾ വിദ്യാഭ്യാസമില്ലാതെ കാടുകളിൽ അവിടെ അലഞ്ഞു തിരിയുന്നുണ്ട്, കുറേ അധികം ആൾക്കാർ പലതരങ്ങളിലേക്ക് അവർ മാറിപ്പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഇവിടെ പരാമർശിക്കപ്പെടുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്.